ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല കുടുംബങ്ങളും നാണക്കേട് കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കുന്നതും എന്നാൽ കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും ദിനം പ്രതി കേസിൻ്റെ എണ്ണം കൂടി വരുന്നതുമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ സ്ത്രീകളെ വീട്ടുകാരെ മാത്രം പൊക്കി പറയാം. പക്ഷേ ഒരിക്കലും ഞാനതിൽ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഹക്കായിട്ടുള്ള കാര്യം പറയാം. ഇതിൽ നിന്ന് ഒരാളെങ്കിലും മാറി ചിന്തിക്കുന്നെങ്കിൽ അതാണ് എൻ്റെ വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് ഒരു കല്യാണം കഴിക്കുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരെ കുടുംബക്കാരായിക്കോട്ടെ ഈ പറഞ്ഞ എല്ലാവരും ഒരേപോലെ മിസ്റ്റേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ത്രീ ഒരു 4-5 വർഷം സ്നേഹിച്ചതിന് ശേഷം ഏറ്റവും അവസാനം അവർ പറയുന്നൊരു കാര്യമാണ്, അയ്യോ എനിക്ക് എൻ്റെ വീട്ടുകാർ പറയുന്നതിന് അപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരാണായിക്കോട്ടെ ഡിപ്ലോമാറ്റിക്കുള്ള ഡയലോഗാണ്. എല്ലാം കഴിഞ്ഞ് 5-6 വർഷം സ്നേഹിച്ചതിന് ശേഷം ഏറ്റവും അവസാനം പറയും അതൊക്കെ വലിയൊരു അമ്മി തീരുമാനിച്ചോട് നമ്മൾ അതിൽ ഇടപെടേണ്ട. അതേപോലെ ഒരു പെണ്ണ് വീട്ടുകാരുടെ മെയിനായിട്ടുള്ള ഡയലോഗാണ്, ഒന്നെങ്കിൽ ഡോക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗവൺമെൻറ് ജോലി ആയിരിക്കണം, വിദേശത്താണെങ്കിൽ നാളെ തന്നെ കൊണ്ടുപോയിരിക്കണം. ഇതേ കാര്യം ഒരു ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ പറയുന്നതാണ്, ഞങ്ങളുടെ പെങ്ങൾക്ക് ഇത്രയും കൊടുത്തായിരുന്നു കേട്ടോ. ഈ പറയുന്ന ഓരോരുത്തർക്കും അവരേതായിട്ടുള്ള വിഷയങ്ങൾ അവരേതായിട്ടുള്ള കാര്യങ്ങൾക്കുണ്ട്. ഇതിന് പരിഹാരമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പല ആശയങ്ങളും നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കത് പറയാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുഞ്ഞുനാൾ മുതലേ നമ്മുടെ മക്കളെ വളർത്തുമ്പോഴത്തേക്ക് മോറൽ വാല്യൂസും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം ഏതൊരു പ്രശ്നം വന്നാലും ആദ്യം വന്ന് നമ്മളെടുത്ത് പറയാനായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് അവർക്ക് ഒരുക്കി കൊടുക്കുക. അതിനുശേഷം വൺസ് അവർ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും ഒരേപോലെ സഞ്ചരിക്കാനായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണെങ്കിൽ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുക. അല്ലാതെ നിറത്തിനും പണത്തിനും കൊടുക്കുന്ന ഈ ഒരു പ്രാധാന്യം നിർത്തുക.